ഹായ് ഹലോ നമസ്തേ നമസ്കാരം റോബിനാണ്. ആദ്യം തന്നെ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് വിവാഹം കഴിച്ചവരുണ്ട്? നിങ്ങൾക്ക് വിവാഹം കഴിച്ച് നിങ്ങൾ ജീവിച്ച് തുടങ്ങി ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഭർത്താവായിക്കോട്ടെ അവരുടെ അടുത്ത് നിങ്ങൾക്കൊരു മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു നുണ തിരുത്തി പറയണം എന്ന് തോന്നിയാൽ അത് ചെയ്യുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ മുമ്പ് തുറന്നു പറയാതിരുന്നൊരു സത്യം ഇപ്പോൾ തുറന്നു പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്ന എത്ര പേരുണ്ട്? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്തെല്ലാം തുറന്നു പറയുന്ന ആളുകളാണ് എന്ന് പറയാം. പക്ഷേ ചിലർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അയ്യോ ഇനി അത് പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇനി അത് തുറന്നു പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, വളരെ വലിയ പ്രശ്നങ്ങളായിരിക്കും എന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലൂടെ ഒന്ന് മിന്നി മാഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു സിനിമയാണ് 1001 നുണകൾ എന്ന ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ സാധാരണ പോലെ ഒരു 12th മാൻ സിനിമ കണ്ടിട്ടുള്ളതാണെങ്കിൽ അതുപോലെയൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു കഥയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പല നുണകളും പല ഏറ്റുപറച്ചിലുകളും പല തുറന്നു പറച്ചിലുകളെല്ലാം ആ സിനിമയിൽ വന്നു തുടങ്ങും. ആ സമയം മുതലേ ആ സിനിമയിൽ ഇനി എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഇത് അവസാനിക്കുക എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ആ കഥയെ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സിനിമയുടെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നമ്മളെപ്പോഴും കാണാറുള്ള മുഖങ്ങളൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ നമ്മൾ പല വെബ് സീരീസിലും ഷോർട്ട് ഫിലിംസിലും പിന്നെ സിനിമയിൽ തന്നെ പല ഇടങ്ങളിലായിട്ട് കണ്ടിട്ടുള്ള വിദ്യ വിജയകുമാർ, അതുപോലെ സിൻഷാൻ, പിന്നെ വിഷ്ണു അഗസ്ത്യ, അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ RDXന്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് എടുത്തു പറഞ്ഞൊരു പേരാണ് വിഷ്ണു അഗസ്ത്യ എന്ന ആ നടൻ്റെ നെഗറ്റീവ് കഥാപാത്രം. ആ സിനിമയിൽ അദ്ദേഹം ചെയ്തതിന് 100-110% വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്വതയാർന്ന ഒരു നല്ല രീതിയിൽ പെരുമാറുന്ന നല്ലൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ കഥ തുടക്കം മുതൽ അവസാനം വരെ കടന്നു പോകുന്നത്. പിന്നീട് എടുത്ത് പറയാനുള്ളത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. കാരണം ഒരു വീട്ടിൽ ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഇതേ ലൊക്കേഷൻ, ആളുകൾ, അതേ കഥാഗതി ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ തീർച്ചയായിട്ടും ബോറടിക്കും. പക്ഷേ അത് ബോറടിക്കാത്ത വിധത്തിൽ ആദ്യ പകുതിയിൽ തുടങ്ങി വെക്കാനും ഏറ്റവും അവസാനം അത് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരു തിരക്കഥ ഈ സിനിമയ്ക്കുണ്ട്. സിനിമയുടെ തുടക്ക ഭാഗത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ടാകുന്ന അപകടത്തിനെ കുറിച്ചിട്ട് അവർ ടൈറ്റിൽ ആനിമേഷനിലൂടെ കാണിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് കാണിക്കുന്ന ആനിമേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ പിക്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമയിലെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് BGM പിന്നെ സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ ഒരു അപകടത്തിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും BGM ഡിപ്പാർട്ട്മെൻറ്റും വളരെ നല്ലൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. ഓവറോൾ ഒരു നമുക്ക് കണ്ടിരിക്കാവുന്ന, വീട്ടുകാരെല്ലാവരും കൂടെ കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമ. അവസാനം പറഞ്ഞു വെക്കുന്ന കഥ തന്നെ നമുക്ക് വളരെയധികം ടച്ചിങ് ആയി തോന്നും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ഭാര്യയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഈ ഒരു ഏറ്റുപറച്ചിൽ തുറന്നു പറയാൻ സാധിക്കും? സിനിമയുടെ അവസാനം പറഞ്ഞു വെക്കുന്ന കഥാഗതി അത് തന്നെയാണ്. ഏറ്റുപറച്ചിൽ പറഞ്ഞതിന് ശേഷം യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ സന്തോഷപൂർവ്വം ജീവിതം മുന്നോട്ട് പോകുന്ന കുറച്ച് കുടുംബങ്ങളും അതുപോലെ തന്നെ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ തകർന്നു പോകുന്ന ഒരു കുടുംബത്തെയും അവസാനം കാണിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. അവസാനം ആ ഡയറക്ടറുടെ പേര് തമാ KV എന്ന് എഴുതി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമയുടെ അവസാനത്തെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഒരു എൻഡിങ് ആണ് ആ സിനിമയ്ക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് എൻ്റെ സജഷൻ വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാം. സോണി ലീവിൽ സിനിമ അവൈലബിൾ ആണ്, OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇത്തരത്തിലുള്ള സജഷൻ വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ, സീ യു, ബൈ.